മഹാകവി കുമാരനാശാന്റെ ജീവിതം പ്രമേയമാക്കി കെ.പി. കുമാരൻ സംവിധാനം ചെയ്ത ചിത്രമാണ് ഗ്രാമവൃക്ഷത്തിലെ കുയിൽ. ആശാന്റെ ചരമശതാബ്ദി വർഷത്തിന്റെ ഭാഗമായി ഇന്നു മുതൽ ഈ ചിത്രം വീണ്ടും തിയേറ്ററുകളിൽ പ്രദർശനത്തിനെത്തുകയാണ്. മഹാകവിയുടെ കവിതയും ജീവിതവും ഓർമ്മിപ്പിക്കപ്പെടുകയാണ് ഈ ചിത്രത്തിലൂടെ. 1918 കുമാരനാശാൻ ഗ്രാമവൃക്ഷത്തിലെ കുയിലിന് ജീവൻ നൽകുന്നത്. ആശാന്റെ മറ്റെല്ലാ കവിതകളെയും പോലെ ആത്മകഥാംശമുള്ള രചന. കെ.പി. കുമാരൻ എന്ന പ്രതിഭ ആശാന്റെ ജീവിതം അഭ്രപാളിയിൽ എത്തിച്ചപ്പോൾ അതിനു തിരഞ്ഞെടുത്ത പേരും ഗ്രാമവൃക്ഷത്തിലെ കുയിൽ. ഒട്ടനവധി യോഗ്യന്മാർക്കിടയിൽ ദുശക്തികൾ പീഡിപ്പിച്ചുകൊണ്ടിരുന്ന കവിയുടെ സമരോത്സുകമായ ജീവിതത്തിന്റെ നേർക്കാഴ്ച. ഗ്രാമവൃക്ഷത്തിലെ കുയിൽ എന്ന് പറയുന്നത് കുമാരനാശാന്റെ ആത്മകഥാപരമായ ഏക സൃഷ്ടിയാണ്, ഏക കവിതയാണ്. അത് കുമാരനാശാന്റെ പ്രമുഖ കവിതകളിൽ പെട്ട ഒന്നല്ല. വീണപൂ തൊട്ട് നളിനി, ലീല, പ്രചോദനം എന്നൊക്കെ തുടങ്ങിയ കവിതകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട കവിതകൾ വരുന്നത് ചിന്താവിഷ്ടയ, സീത, ദുരവസ്ഥ, ചണ്ടാലഭിഷി, കരുണ. ഈ 4 കവിതകളിലാണ് ഞാൻ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത്. ഈ പടത്തിന്റെ 3 അതിലാണ്. ഇതൊരു മുഴുനീള ചരിത്ര സിനിമയല്ല. 51 വർഷത്തെ ആശാന്റെ ജീവിതത്തിലെ 21 വർഷങ്ങളാണ് തിരശ്ശീലയിൽ. ഈ സിനിമ കുമാരനാശാന്റെ മനസ്സ്, കുമാരനാശാന്റെ ചിന്ത, അതിലേക്കുള്ള ഒരു അന്വേഷണമാണ്. ഒരു സാധാരണ ഒരു ജീവചരിത്ര ഒരു ബയോപിക് എന്നുള്ള പേരൊക്കെ ഇപ്പം വളരെ പ്രചാരത്തിലുണ്ട്. ബയോപിക് എന്നുള്ള പേര് തന്നെ നമുക്ക് ആവശ്യമില്ല. നമുക്ക് മലയാളത്തിൻ്റെ പേര് പറയാം, ജീവിത കഥ എന്നൊക്കെ പറയും. ജീവിത കഥയുടെ വിശദാംശങ്ങൾ മുഴുവൻ 2 മണിക്കൂർ സിനിമയിൽ ഒതുങ്ങാൻ പറ്റില്ല. കുമാരനാശാന് ഒരുപാട് ഘട്ടങ്ങളുണ്ടായിരുന്നു. ആ ഘട്ടങ്ങളെല്ലാം വിശദമായിട്ടുള്ള വിവരണം സിനിമയിൽ പ്രാക്ടിക്കലായി സാധ്യമല്ല. അത് ജനങ്ങൾ സ്വീകരിക്കുന്ന ബുദ്ധിമുട്ടാണ്. ആശാനെ ഓർക്കുകയെന്നാൽ പുതിയ തലമുറയ്ക്ക് വെറും വിപ്ലവമാണ്. അവിടെയാണ് കെ.പി. കുമാരൻ എന്ന ചലച്ചിത്രകാരൻ ഒട്ടും കച്ചവട സാധ്യതയില്ലാഞ്ഞിട്ടും മഹാകവിയുടെ ജീവിതത്തെ വെള്ളിത്തിരയിലെത്തിച്ചത്. ശ്രീനാരായണ ഗുരുവും സഹോദരൻ അയ്യപ്പനും മൂർക്കോത്തുകുമാരനും ആശാന്റെ ജീവിത പങ്കാളി ഭാനുമതി അമ്മ ഉൾപ്പെടെയുള്ള കഥാപാത്രങ്ങളും കായിക്കരയും പല്ലനയും ആലുവയും ഉൾപ്പെടെ ആശാൻ സഞ്ചരിച്ച ഇടങ്ങളും സിനിമ പുനരാവിഷ്കരിക്കുന്നുണ്ട്. ഈ കുമാരനാശാൻ എന്ന മനുഷ്യൻ ജീവിച്ച കാലത്ത് അദ്ദേഹത്തിന് തിരുവനന്തപുരത്ത് നിന്ന് ശരിക്കും പറഞ്ഞാൽ മുരിക്കുമ്പുഴ സ്റ്റേഷനിൽ നിന്ന് ആലുവ വരെ ചെല്ലണമെങ്കിൽ ഒരു 20ലധികം മണിക്കൂർ എടുക്കും. അദ്ദേഹത്തിന് ഒരു ജഡ്ക വരുത്തിയിട്ട് അതിനകത്ത് റെയിൽവേ സ്റ്റേഷൻ വരെ പോകണം. റെയിൽവേ സ്റ്റേഷനിൽ വെയിറ്റ് ചെയ്ത് വണ്ടി വളരെ സ്ലോ വണ്ടി അവിടുന്ന് കൊല്ലം വരെ പോകും. കൊല്ലത്ത് നിന്ന് നടന്ന് ബോട്ട് ജെട്ടിൽ പോയിട്ട് ബോട്ട് കയറി ആലപ്പുഴയ്ക്ക് പോകും. ആലപ്പുഴയിൽ നിന്ന് വേറെ ബോട്ട് കയറി കൊച്ചിയിൽ എറണാകുളത്ത് വരും. എറണാകുളത്ത് നടന്ന് റെയിൽവേ സ്റ്റേഷനിൽ പോയിട്ട് അവിടെ അടുത്ത ട്രെയിൻ ക്യാച്ച് ചെയ്തിട്ട് അതിന് ആലുവയിൽ പോകും. ഇതാണ് അന്നത്തെ അവസ്ഥ. കുമാരനാശാന്റെ കവിതകൾക്ക് ഈണവും ശബ്ദവും പകർന്ന ശ്രീവത്സൻ ജെ മേനോനാണ് ആശാനായി വെള്ളിത്തിരയിലും പകർന്നാട്ടം നടത്തുന്നത്. ചെമ്മേ പൂക്കൾ പോകുന്നീതാ പറന്നമ്മേ, തെറ്റി നിനക്കുണ്ണി ചൊല്ലാം നൽപൂമ്പാറ്റകളല്ലേ ഇതെല്ലാം. എൻ്റെ കാവ്യങ്ങളിലെല്ലാം മൃത്യു നിഴൽ വിരിച്ചിരിക്കുന്നതായി സ്നേഹിതന്മാർ പറയുന്നു. ഞാൻ പ്രേമത്തെ ചൊല്ലി പേർത്തും പേർത്തും പാടിക്കൊണ്ടിരിക്കുന്നതായി മറ്റു ചിലർ. കെ.പി. കുമാരനോട് കാലം കടപ്പെട്ടിരിക്കുന്നു. ഒരു നൂറ്റാണ്ട് മുമ്പ് പ്രതിഭ കൊണ്ട് മലയാളിയെ അത്ഭുതപ്പെടുത്തിയ മഹാകവിയുടെ ഓർമ്മകളെ വെള്ളി വെളിച്ചത്തിലെത്തിച്ചതിന്. അരുൺ എസ്.ആറിനൊപ്പം ഹരികൃഷ്ണൻ, 24, തിരുവനന്തപുരം. മഹാകവിയെ ഓർമ്മിപ്പിക്കുന്ന ഒരു ചലച്ചിത്രം അത് വീണ്ടും എത്തുകയാണ്.